സ്റ്റിക്കും വെച്ചിട്ട് ഹലോ മൈ ഡിയർ ക്രാഫ്റ്റീസ്, ഇതാ ഈ ഒരു പഴയ മുണ്ടും ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കും വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്താലോ. ഈ ഒരു മുണ്ട് വെച്ച് ഇതിനെ ഒന്ന് കീറിയെടുത്തിട്ട് ഒരു ഇയറിംഗ് സെറ്റ് ചെയ്തെടുക്കാം. ഇതിനു മുന്നേ നമ്മുടെ ചാനലില് ക്ലോത്ത് വെച്ചിട്ട് ഒരു ഇയറിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അത്യാവശ്യം നല്ലൊരു വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ടാ ഫസ്റ്റത്തെ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്രാഫ്റ്റ് ടേബിളിലോട്ട് പോകാം. ഫസ്റ്റ് ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ ഗ്ലൂ എടുത്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്ന് റെഡിയാക്കി എടുക്കണം. ഇതിന്റെ അടപ്പൊന്നും കാണാൻ പോലും ഇല്ല. പിന്നിട്ട് കുത്തി ഇറക്കി അവസാനം അതിന് ഗ്ലൂ വന്നു കേട്ടോ. ഗ്ലൂ ഇത്രയും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അവസാനം അതവിടെ കിടന്നു. ഇനി കാർഡ്ബോർഡ് വേണം. കട്ടിയുള്ള കാർഡ്ബോർഡൊന്നും എടുത്തേക്കരുത്. ഇനി കട്ടിയുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള കട്ടി കുറഞ്ഞ കാർഡ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കട്ട് ചെയ്ത് വന്ന് ഞാൻ ഈ ഒരു കോലത്തിൽ ഇതിനെ എടുത്തിട്ടുണ്ട്. ഇനി സ്കെയിലും പെൻസിലോ അല്ലെങ്കിൽ പേനയോ യൂസ് ചെയ്ത് വരച്ചിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. മടി കാരണം അതിനൊന്നും നിന്നില്ല, അല്ലാതെ തന്നെ ഞാൻ കട്ട് ചെയ്തെടുത്തു. ഇനി ക്ലോത്ത് എടുക്കുക, കട്ട് ചെയ്യുക, ഒട്ടിക്കുക. മുണ്ട് കട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നേരാവണ്ണം വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഫൈനൽ ലുക്ക് അവസാനം ആകെപ്പാടെ കൊളമായി പോവും. ഞാൻ പിന്നെ ഒരു ആവേശത്തിന്റെ പുറത്ത് നേരാവണ്ണമൊന്നും കട്ട് ചെയ്തില്ല കേട്ടോ. അവസാനം ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് ഞാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നു. ഇനി ആവശ്യമുള്ള അത്രയും ലെങ്ത്തിൽ കാർഡ്ബോർഡ് വീണ്ടും കട്ട് ചെയ്തെടുത്തു. ഞാനെപ്പോഴും സ്ക്വയർ ആണ് കേട്ടോ പ്രിഫർ ചെയ്യാറ്. അതാകുമ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റുമല്ലോ. ഇനിയുള്ള അടുത്ത പ്രോസസ്സ് ഇതിനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക എന്നുള്ളതാണ്. ഈ ഒട്ടിച്ചെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ആ സ്ക്വയർ ഷേപ്പിൽ തന്നെ ക്ലോത്ത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. അതാണ് ടാസ്ക്. ഞാൻ കട്ട് ചെയ്തെടുത്തതിൻ്റെ മിസ്റ്റേക്ക് കാരണം ഇത് ഒട്ടിച്ചെടുത്തപ്പോഴത്തേക്ക് ഈ ക്ലോത്തിൻ്റെ 4 സൈഡ് 4 രീതിക്കാണ് കേട്ടോ ഇരിക്കുന്നത്. അതിലെ ക്ലോത്തിലെ ലെങ്ത്തിലൊക്കെ നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുമ്പോഴത്തേക്ക് നേരാവണ്ണം കട്ട് ചെയ്തിട്ട് വേണം ഒട്ടിക്കാനായിട്ട്, അല്ലെങ്കിൽ ആകെപ്പാടെ കുളമായിപ്പോവും. ഇപ്പം തന്നെ കണ്ടില്ലേ, സൈഡിൽ നിന്നൊക്കെ എനിക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റേണ്ടി വന്നു. ഇത് പിന്നെ ഞാൻ വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണക്കിയിട്ടാണ് പിന്നീട് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. ഗ്ലൂ നന്നായിട്ട് ഒട്ടിപ്പിടിച്ചതിന് ശേഷം വേണം കേട്ടോ ഇതിൽ കളർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ആകെപ്പാടെ കുളമായിപ്പോവും. ഞാൻ ഈ ഒരു കളറാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് ആഡ് ചെയ്ത് നേരത്തെ ചേർത്ത കളറിൽ അതോടെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടാണ് ഞാൻ അടുത്ത് അതിനെ നടുക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഇത് ഈ രീതിക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്ത് ഇഷ്ടമുള്ള പാറ്റേണിൽ ചെയ്തെടുക്കാം. പെയിൻ്റ് അടിച്ച് മതിയായപ്പോഴത്തേക്കും പിന്നെ ഞാൻ കുറച്ച് മിറർ എടുത്തു. അപ്പോൾ മിറർ എടുത്തു, ഗ്ലൂ അപ്ലൈ ചെയ്തു. ഇനി അതിൻ്റെ സെൻറ്ററിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. കാര്യമൊക്കെ സിമ്പിളാണ്. അപ്പോൾ നമ്മുടെ പഴയ ക്ലോത്തിലൊക്കെ ഇരിക്കുന്ന ഈ സ്റ്റോണോ അതുപോലത്തെ മിററോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതി. അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രസമുള്ള പിൻട്രസ്റ്റി വൈബിലുള്ള ഇയറിംഗ് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഇടയിൽ എൻ്റെ കൈ സിസർ യൂസ് ചെയ്തപ്പോഴത്തേക്ക് മുറിയുകയും ചെയ്തു കേട്ടോ. ഈ ഒരു ഗ്ലൂ യൂസ് ചെയ്ത 2 സൈഡിലും നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം ഈ സ്റ്റോൺ ചെയിനാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും വന്നപ്പോഴത്തേക്ക് തന്നെ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. ഈ ഒരു പെട്ടിയിരിക്കുന്ന സാധനം ഫുള്ള് ഇത് കമ്മലിന് വേണ്ടിയിട്ടുള്ള ആക്സസറീസ് ആണ്. അപ്പോൾ ഇത് ഫുള്ള് ഉപയോഗിക്കാതിരുന്ന് ചിലതൊക്കെ തുരുമ്പൊക്കെ അടിച്ചു പോയി. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ എനിക്ക് ആവശ്യമുള്ള കമ്മലിൻ്റെ ബാക്കിൽ വെക്കുന്ന ആണിയില്ലേ അതൊക്കെ എടുത്തു, ഒട്ടിച്ചു, സെറ്റാക്കി എടുത്തു. ഇനി ഇതിൻ്റെ ഫൈനൽ ലുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഐസ്ക്രീം സ്റ്റിക്കില്ലേ ഇത് വെച്ചിട്ടാണ് അടുത്ത പരിപാടി എന്ന് പറയുന്നത്. ആവശ്യമുള്ള അത്രയും ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്യുക, കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഈ ഒരു സിസർ യൂസ് ചെയ്തപ്പോൾ നേരാവണ്ണം എനിക്ക് കട്ടായി കിട്ടിയില്ല. അവസാനം കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാനിത് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. നല്ല മൂർച്ചയുള്ള കത്രിക യൂസ് ചെയ്ത് മുറിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അവസാനം ഞാൻ വലിച്ച് പൊട്ടിച്ചെടുത്തു. നല്ലൊരു ഷേപ്പൊന്നും കിട്ടിയില്ല. അവസാനം ചെറിയൊരു കത്രിക യൂസ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് നല്ലൊരു ഷേപ്പൊക്കെ കിട്ടി. ഇതിൻ്റെ അപ്പുറത്തെ സൈഡ് ഈ ഒരു സെയിം കത്രിക യൂസ് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇഷ്ടമുള്ള പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി ഞാൻ ചെറിയ ഇതുപോലത്തെ ബീഡ്സ് എടുത്തിട്ടുണ്ട്. ഇതൊരു ഹാഫ് ബീഡാണ് കേട്ടോ. ഇതിന് എനിക്ക് 100 ഗ്രാമല്ല 10 ഗ്രാമിന് 10 രൂപയോ അങ്ങനെ എന്തോ റേറ്റ് തോന്നി. അത് സെൻറ്ററിലോട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്തു.
അങ്ങനെ ഫൈനലി ഞാൻ കമ്മല് 2 സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാം.